Hey everyone, welcome to a new episode of Scratch and Win. ഇന്നത്തെ ഭാഗ്യപരീക്ഷയുടെ വേദിയിൽ ആരൊക്കെയാണ് ഭാഗ്യശാലികളാവാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഹായ്, എൻ്റെ പേര് ജീസൺ ജോൺസൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി കുണ്ടന്നൂരാണ് എൻ്റെ സ്വദേശം. എൻ്റെ പേര് ഷെല്ലി. എൻ്റെ വീട്ടിലെ അപ്പൻ, അമ്മ, വൈഫ്, ഞങ്ങൾ 4 പേരടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ്. ഞാൻ JAB എന്ന് പറഞ്ഞ ഒരു കരിയർ അക്കാഡമിയിൽ സ്റ്റുഡൻറ് കൗൺസിലർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒലിവിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലാണ്. ഓക്കെ, ഞാൻ വന്നിരിക്കുന്നത് സൂര്യ കോമഡിയുടെ സ്ക്രാച്ച് ആൻഡ് വിന്നിലേക്കാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ വൈഫും ഉണ്ട്. തൃശ്ശൂരാണ്, ആഘോഷത്തിന്റെ മൂഡിൽ രണ്ടുപേരും കൂടിയാണ്. പക്ഷെ ഇന്നലെ കല്യാണം കഴിഞ്ഞ ഒരു ഫീലൊക്കെ ആണല്ലോ. ശരിക്കും എത്രയായി വിവാഹം കഴിഞ്ഞിട്ട്? 8 months ആയിട്ടുള്ളൂ. അവിടെ ആലോചിക്കുന്നുണ്ട്, ഇവിടെ പോവാണെങ്കിലേ പോവാന്നുള്ള രീതിയിലേക്ക് തന്നെയാണ്. യെസ്, അപ്പോൾ എനിക്കൊന്നും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ കമ്പനിയിലാണ്, അതേപോലെ തന്നെ ഒരുമിച്ച് ജീവിതം തുടങ്ങിയിട്ട് 8 മാസം കൂടി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരുമിച്ച് സ്ക്രാച്ച് ആൻഡ് വിന്നിന്റെ വേദിയിൽ കൂടി എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ തുടരെ ഭാഗ്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഖങ്ങളാണെന്നുള്ളത് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഭാഗ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇന്ന് അല്ലേ ആ ഗെയിമിലൂടെ തന്നെ അറിയാം. റെഡി? യെസ്, സോ പ്ലീസ്. ലവ് മാരേജ് ആയിരുന്നോ? എല്ലാവരുടെയും ഒരു ചോദ്യമാണത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ലവ് മാരേജ് ആയിരുന്നോ. കാരണം ഇന്നത്തെ കാലത്ത് ലവ് മാരേജ് അല്ലാത്ത വിവാഹങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ലവ് ആൻഡ് അറേഞ്ച്ഡ് മാരേജ് എന്നാണ് പറയേണ്ടി വരിക. അതങ്ങനെ ഫാമിലിയിൽ ബോധ്യപ്പെടുത്തിയതാണോ? അല്ല, ശരിക്കും അങ്ങനെയാണ്. ശരിയാണ്. അപ്പൊ മുമ്പ് കണ്ടിരുന്നു, കാണാറുണ്ട്? ഇല്ല, അതായത് പുള്ളിക്കാരി ഷെല്ലി എൻ്റെ വൈഫ് ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരി ഷെല്ലി എന്നിട്ട് വൈഫ് വിശേഷം കൊള്ളാം. ഞാൻ കണ്ടു. അപ്പോൾ ആളുടെ ഒരു സാറിൻ്റെ അടുത്താണ് നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്തത്. ഒരേ കമ്പനിയിലാണെങ്കിലും അവര് നമ്മുടെ തന്നെ വേറൊരു വിങ് ആണ്. ഇങ്ങനെ ഒരു പ്രപ്പോസൽ സീൻ പ്ലാൻ ചെയ്ത ആരുടെ സൈഡിൽ നിന്നായിരുന്നു? എന്റെ സൈഡിൽ നിന്ന് ആണ്. അതെ അതെ അതെ. അപ്പൊ അത് കുഴപ്പമില്ല അല്ലേ, ഒരു ശ്രമം നടത്തി, പിന്നെ നേരെ കല്യാണത്തിലോട്ട് നീങ്ങി ഇപ്പൊ ഹാപ്പി ആയിട്ട് ഇവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള സന്തോഷം കൂടിയുണ്ട്. അപ്പൊ കുറെ കൂടി നമ്മുടെ 3 റൗണ്ടിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം പോകുന്നത്. അതിൽ ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് അനുവദിക്കുന്ന സമയം 30 seconds ആയിരിക്കും. ആ 30 secondsൽ 2 ചോദ്യങ്ങൾ വരും. ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴായിരിക്കും ഞാൻ നിങ്ങൾക്ക് തരുന്ന കാർഡ് നിങ്ങൾ സ്ക്രാച്ച് ചെയ്യാൻ പറ്റുക. ഓക്കെ, സിനിമയായി ബന്ധപ്പെട്ടതായിരിക്കും. അടുത്ത റൗണ്ടിലോട്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് 2 പേരും ഫേസ് ടു ഫേസ് നിന്നായിരിക്കും. ഒരാൾ എൻ്റെ അടുത്തോട്ട് വരും, റൊട്ടേറ്റ് ചെയ്യും, അടുത്ത ആളും മാറി വരും. പക്ഷെ നിങ്ങൾക്ക് അനുവദിക്കുന്ന സമയം 1 minute ആയിരിക്കും. 1 minute-ലായിരിക്കും ആ മൂവി ഏതാണെന്നുള്ള ഗസ് ദ മൂവി റൗണ്ടാണ്. ആൻഡ് ഫൈനലി നിങ്ങളുടെ ഉള്ളിൽ ആർട്ടിസ്റ്റിനെ കാണാനുള്ള റൗണ്ട് കൂടിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുറേ അധികം എമൗണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ളതെല്ലാം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ ഒളിഞ്ഞിരിക്കുന്ന ഭാഗ്യത്തിനൊപ്പം തന്നെ ഇതിനുള്ളിൽ ഒരു നിർഭാഗ്യവും ഇരിപ്പുന്നുണ്ട്. അത് ഒരു പക്ഷേ ഓൾഗോൺ കാർഡാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കിട്ടിയ പൈസ നഷ്ടപ്പെടും. ഹാഫ് ഗോൺ ആണെങ്കിൽ കിട്ടിയ എമൗണ്ട് എത്രയാണോ അതിൻ്റെ പകുതി നഷ്ടപ്പെടും. ഇത് നഷ്ടപ്പെടേണ്ട, ഡെവലപ്പാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ഫണ്ട് ഇരട്ടിയാക്കാനുള്ള അവസരം കൂടിയുണ്ട്. പിന്നെ കം ബാക്കിനുള്ള അവസരം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ഇതെല്ലാം ഇരിക്കുന്ന കാർഡിലാണ്. ആ കാർഡിലേക്ക് നിങ്ങൾ സ്ക്രാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ആ റൗണ്ടിലേക്ക് പോകുന്നതിനേക്കാളും മുമ്പായിട്ട് 2 പേരും കാർഡ് എടുത്തോളൂ. ഒറ്റ കാർഡ് മതി, 2 പേർക്ക് കൂടി ഒന്ന് കിട്ടിയാലും അല്ലെ നമുക്കാണ് പാതിയാണ് എന്നുള്ള രീതിയിലേക്കാണ്. അപ്പൊ ആ കാർഡ് അവിടെ ഇരുന്നോട്ടെ. ഉത്തരങ്ങൾ ശരിയാവുമ്പോൾ ഈ കോയിൻ വെച്ച് നമുക്കത് സ്ക്രാച്ച് ചെയ്യുകയും ചെയ്യാം. റൈറ്റ്? അപ്പൊ തൃശ്ശൂരാണ്. തൃശ്ശൂരെ പ്രത്യേകത എന്താ? ഇവിടെ ഉണ്ട്. തൃശ്ശൂരിന്റെ പ്രത്യേകത, തൃശ്ശൂർ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ എന്താണ്? കലാസാംസ്കാരിക നഗരിയാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും കുറെ അധികം കലാകാരന്മാരുണ്ട്, സിനിമകളും സംഭവിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ആദ്യ ചോദ്യം, തൃശ്ശൂർ ഭാഷ സംസാരിച്ച 5 മലയാള സിനിമകളാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പുണ്യാളൻ. യെസ്, റൈറ്റ്. തൃശ്ശൂർ പൂരം. യാ, 2 വന്നു, പെട്ടെന്ന് ആലോചിച്ചോ. പ്രാഞ്ചേട്ടൻ. യെസ്, റൈറ്റ് ആൻസർ. 2 കൂടി വേണം. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 10 seconds കഴിഞ്ഞു. 20 seconds-നുള്ളിൽ വരണം. സപ്തമശ്രീ തസ്കര. റൈറ്റ്. ഒന്നുകൂടെ ഒരൊറ്റ മൂവിയുടെ ആലോചിക്കാം. 10 seconds-നുള്ളിൽ ഒരു മൂവി കൂടി വരണം. അല്ല, തൂവാനത്തുമ്പി. ജയകൃഷ്ണൻ എന്ന ക്യാരക്ടർ അല്ലേ. ക്ലാരൊക്കെ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. ക്ലാര എന്ന് പറയുമ്പോൾ ഫേസിലെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണോ? അങ്ങനെയില്ല, ഇനിയിപ്പോ ഒന്നും പറയില്ല, ശരിയാവില്ല. യെസ്, അപ്പൊ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലെ, അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം?
ഇപ്പൊ വിസിബിൾ ആണ് അല്ലേ? എത്രയാ എമൗണ്ട്? 750. അപ്പോ എന്തായാലും ക്ലാരെ ഓർത്തോണ്ട് കിട്ടിയത് 750 ആണ്. ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് ക്വസ്റ്റനിൽ തന്നെ 750 ചെറിയ കാര്യമല്ല, അത് റയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, സോ തൃശ്ശൂരിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത് തന്നെ അല്ലെ. ആദ്യത്തെ ചോദ്യം വന്ന എങ്ങനെയാണ്? തൃശ്ശൂർ നമ്മൾ എപ്പോഴും പറയാം ആഘോഷങ്ങളുടെ നാടാന്നുള്ളത്. വടക്കാഞ്ചേരി ആണെങ്കിലും അല്ലെ, പൂരം എന്ന് പറയുമ്പോൾ ഉത്രാളിക്കാവ് പറയാതെ അല്ലെ നമുക്ക് വരാൻ പറ്റില്ല. വെടിക്കെട്ടാണെങ്കിൽ പോവാറുണ്ടോ? അല്ലെ, ഉണ്ട്. ഏറ്റവും കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് വിഷ്വൽ കാണുന്നതാണെങ്കിൽ പ്രത്യേകിച്ച് ആ ട്രെയിൻ പോകുന്ന ഫ്രെയിമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നവമാധ്യമങ്ങളൊക്കെ കണ്ട് വൈറലായതാണ്. പക്ഷെ ഇത്രയും കലാകാരന്മാരെന്ന് പറയുമ്പോൾ ഇത്രയും മികച്ച സിനിമകൾ തൃശ്ശൂരിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം എന്തായിരിക്കും? ഫിലിം മേക്കേഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ അത്തരത്തിൽ കുറെ അധികം സംവിധായകർ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. സോ അടുത്ത ചോദ്യം പോവാണ്. തൃശ്ശൂരിന്റെ സ്വന്തം സംവിധായകനായിട്ടുള്ള സത്യന്തിക്കാട് സംവിധാനം ചെയ്തിട്ടുള്ള 5 ചിത്രങ്ങളാണ് പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സ്നേഹവീട്, ഇന്നത്തെ ചിന്താവിഷയം, പിന്നെ സമ്പ്രദായമില്ല, അത് സിബി മലയിൽ ചിത്രമാണ്. ഓക്കെ, ഞാൻ പ്രകാശ്, യെസ്. മനസ്സിനക്കരെ, യെസ്. ഒരൊറ്റ ചിത്രം കൂടി, വീണ്ടും ചില വീട്ടുകാരി. റൈറ്റ് ആൻസർ. ഇപ്പൊ ഈ അടുത്ത് തന്നെ ചേരാവട്ടെ പറഞ്ഞൊരു കാര്യമായിരുന്നു. കരിയർ എടുത്തു നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ക്യാരക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, പ്രത്യേകിച്ച് അപ്പൻ മകൻ ആ കോംബോ ഒക്കെ കണ്ട് അല്ലെ, ഏറ്റവും ഭംഗിയായിട്ടുള്ള സിനിമ കൂടി നമ്മൾ കണ്ടാണ്. ലോഹിദാസിന്റെ തിരക്കഥ കൂടിയായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഭാഗ്യം വേണ്ടേ? പക്ഷെ ഒരു റൂൾ ഉണ്ട്, കാർഡ് ചോദിച്ചു വാങ്ങിയില്ലെങ്കിൽ എമൗണ്ട് കിട്ടില്ല എന്നുള്ളതുണ്ട്. എന്തുകൊണ്ട് ചോദിച്ചില്ല? ചോദ്യത്തിന് മുമ്പ് വേണമായിരുന്നു. പെർമിഷൻ ഒക്കെ വാങ്ങിയിട്ട് അല്ല, ഫസ്റ്റ് ഞാനാണല്ലോ എടുത്തത്. ആണല്ലേ? അതുകൊണ്ട് ഓക്കെ, എടുത്തോളൂ. ഇപ്പൊ തന്നെ യെസ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആണ്. ഓക്കെ, ഒന്നുകൂടെ വരയ്ക്കാനുണ്ടോ? ഇനി അക്കങ്ങൾ ഇപ്പുറത്ത് വരുമോ? കഴിഞ്ഞു, സ്പേസ് കഴിഞ്ഞു. യെസ്. സോ എത്ര എമൗണ്ട്? എത്രയാ? 2000. ഓ മൈ ഗോഡ്. സോ ഫസ്റ്റ് റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം കഴിയുമ്പോ 2K വിൻ ചെയ്തിരിക്കുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ്. 2K പ്ലസ് 750 അല്ലെ, 2750 ഫസ്റ്റ് റൗണ്ടിൽ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കൂടിയാണ്. അപ്പം ഭയങ്കര ഭാഗ്യമുള്ള ഒരു കപ്പിൾ കൂടിയാണ് എന്നുള്ളത് പറയാതെ വയ്യ. സോ ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പൊ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് തന്നെ ഞാൻ വെച്ചാൽ തുടക്കം സ്വാഭാവികമായിട്ടല്ലേ ഒരു പകപ്പൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെയില്ല, ഭയങ്കര ചിരിച്ചുകൊണ്ട് ഈസി ആയിട്ട് നേടുന്നു. ചോദ്യം കഴിയുന്നേക്കാൾ മുമ്പില്ലേ ഉത്തരം ഇങ്ങനെ വെമ്പൽ കൊള്ള പോലെ വരുന്നത്, ഒരു ആലോചിക്കാതെ വരുന്നത്. സാധാരണ ഒരു ആദ്യത്തെ ഉത്തരമൊക്കെ വരും, 1-2 വരും, പിന്നൊന്ന് ആലോചന പോകും, സമയം പോകുന്നു പറയുമ്പോൾ ഒരു ടെൻഷൻ വരും. ഇതൊന്നും ഇല്ലാതെ വെൽ സെറ്റായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ അടുത്ത റൗണ്ടിലൂടെ പോട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ എമൗണ്ടുകൾ കൂട്ടട്ടെ. നിർഭാഗ്യം തുണയ്ക്കാതിരിക്കട്ടെ, ഭാഗ്യം തുണയ്ക്കട്ടെ. അപ്പൊ എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് പോവാം അല്ലെ. ഇപ്പൊ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉത്തരങ്ങൾ പറയുന്ന സ്പീഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സിനിമ നന്നായിട്ട് കാണുന്നുണ്ട്, സിനിമ ഇഷ്ടമാണ്, സിനിമയ്ക്ക് അകത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളുകൾ, അതുള്ള വ്യക്തമാണ്. സിനിമ അല്ലാതെ മറ്റൊരു ഹോബി ശരിക്കും എന്താ, കുറച്ചുകൂടി ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താ ചെയ്യാൻ? ഞങ്ങൾ നന്നായി സംസാരിക്കും, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അതാ. രണ്ടുപേരും മാത്രം ഇരുന്നിട്ടാണ് അതൊരു ഗാങ്ങിന്റെ? അല്ലല്ല, ഞങ്ങൾ രണ്ടുപേർക്കും. അല്ല, രണ്ടുപേരാണെങ്കിൽ കൂടി പോലും ഇപ്പൊ സാധാരണഗതിയിൽ ഒരാൾ സംസാരിക്കും, ഒരാൾ സൈലന്റ് ആയിരിക്കുന്നല്ലോ. ഇത് രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി സംസാരിക്കും. അത് കൂടുതൽ എന്താ കുറ്റം പ്ലാൻ ചെയ്യും കുറെ. ഫ്യൂച്ചർ 8 മാസമായിട്ടുള്ളൂ. 8 വർഷം 80 വർഷമൊക്കെ കാണണം. അതെ അതെ. അപ്പൊ എന്തായാലും ആ റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാൾ ഇങ്ങോട്ട് വരണം. ആ ഒരാൾ ഇങ്ങോട്ട് വരുന്നേക്കാൾ മുമ്പ് എന്ത് വേണം? കാർഡ് വേണം. ആരാണ് വരാൻ പോകുന്നത്? ഇച്ചായനാണോ ഇച്ചായന്റെ കുഞ്ഞുവാണ് വരാൻ പോകുന്നത്? അത് ഞാൻ വരാം. ഇച്ചായന് ഇത്ര ദൂരം പോലും വേറെ തിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല ഫേസിൽ എക്സ്പ്രഷൻ കണ്ടിട്ട്. അങ്ങനെയൊക്കെ ഉണ്ട് ഇച്ചായ? കുഴപ്പമില്ലല്ലോ. യെസ്, കുഞ്ഞു വരും. അപ്പൊ രണ്ടാളെയും തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വേർപിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇനി എന്താണ് ഉത്തരം എന്നുള്ളത് വരുന്നത് ഇവിടെ ആയിരിക്കും. ഷെല്ലിൽ നിന്നായിരിക്കും ക്ലൂ വരിക. ആ ക്ലൂ വരുന്നത് മൂവി ഡയലോഗ് ആയിരിക്കും. അപ്പൊ ആ ഡയലോഗ് കേട്ടിട്ട് ഏതാണ് മൂവി എന്നുള്ളത് ഗസ് ചെയ്യണം. ഗസ് ദ മൂവിയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് 30 സെക്കൻഡ്സ് ആണ് ലാസ്റ്റ് റൗണ്ടിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. 60 സെക്കൻഡ്സ് ആണ്, 1 മിനിറ്റ് നിങ്ങൾക്ക് ഡ്യൂറേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ ഉത്തരം കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യും വേണം. റെഡി? അപ്പൊ ഞാൻ ഡയലോഗ് തരട്ടെ? ഓക്കെ. സോ ജിസൻ, ഗസ് ചെയ്യാൻ റെഡി അല്ലേ? ആ ചിരിയിൽ ഉത്തരവുണ്ട്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിർത്തടരുപ്പാളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിൽ കൊള്ളുകയല്ല. നന്ദഗോപാൽ മാലാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് കണാപ്പന്മാർ ശ്രമിച്ചു
നോക്കിയ ട്യൂഷനൊക്കെ പോയൊരു ഫീൽ കിട്ടും നാസിക്കിലെ റിസർവ് ബാങ്ക് എഴുതാൻ വേണ്ടിട്ട് മോഡുലേഷൻ മാറി ഞാൻ കുറച്ച് മോഡുലേഷൻ മാറ്റി പിടിച്ചേക്കൊക്കെ സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ സമയം പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും ഗസ് ചെയ്തോണ്ടിരിക്കാം അല്ല സിനിമ മനസ്സിലായില്ലേ ലാസ്റ്റ് എൻഡ് ചെയ്ത ലാസ്റ്റ് ഒന്നുകൂടി ഇത് ഒന്നുകൂടി വായിച്ചു എന്നെ വിളിച്ച് ഇന്ദുചൂടനെ അവൻ ജയിക്കുന്ന വരെ ഞാൻ അവന്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇന്ദുചൂടന്റെ നരസിംഹം ഇന്ദുചൂടന്റെ നോക്കിയാ ഇന്ദുചൂടൻ എന്ന് പറഞ്ഞാൽ ഒറ്റ സിനിമ അല്ലെ മൈൻഡിൽ വരുന്നുള്ളൂ. അത് ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള നീക്കമായിരുന്നു. സോ റൈറ്റ് ആൻസർ നരസിംഹം. ഓക്കെ, അപ്പൊ കാർഡ് ഇവിടെ വെച്ചോളൂ. ഓക്കെ, ഇനി എന്ത് വേണം? സ്ക്രാച്ച് ചെയ്യണ്ടേ? സോ അങ്ങോട്ട് പോകോളൂ. ആൻഡ് ഫൈനലി അല്ലേ 100 റുപ്പി അല്ലെ 3 അക്കത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒട്ടും പുറകോട്ടല്ല പോയിട്ടില്ല, പ്ലസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. 2750 പ്ലസ് 100 2750 അല്ലെ 2850 ആണ് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഇതിൽ പോവാനുള്ള സാധ്യത വളരെ വളരെ ഇനി കൂടുതലാണ്. നമുക്ക് എമൗണ്ട് കിട്ടുന്നതിന്റെ ഒപ്പം തന്നെ അപ്പുറത്ത് ഓൾ ഗോണും ഹാഫ് ഗോണും ഒക്കെ ഇരിക്കുന്നുണ്ട്, മറഞ്ഞിരിപ്പുണ്ട്. സോ അത് വരാതെ 3 അക്കത്തിൽ തന്നെ പ്ലസ് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, റെഡി. അപ്പൊ എന്തായാലും ഈ റൗണ്ടിൽ തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാനുള്ള ഒരു സമയം കൂടിയാണ്. സോ തീർച്ചയായിട്ടും അതിന് മുമ്പായിട്ട് കാർഡ് എടുത്തോളൂ. ഇനി ആ കാർഡ് എടുത്ത ആള് ഇങ്ങോട്ട് പോരെ. കാർഡ് ആദ്യം ഒന്ന് മനസ്സിൽ വായിച്ചോളൂ. ജീസൺ റെഡി ആണെന്നുണ്ടെങ്കിൽ, ഷെല്ലി റെഡി ആണെന്നുണ്ടെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബെഡ്റൂമുകളും ഡ്രോയിങ് റൂമിലുമുള്ള വീടും മുറ്റത്ത് പച്ചപ്പുല്ലും പൂന്തോട്ടവും പോർച്ചിൽ 4 കാറ്, കൂട്ടിൽ പട്ടികൾ, ഗേറ്റ് ഒരു പാറാവ്, കിടക്കുന്നെങ്കിൽ അത് സിംഗിൾ മൾട്ടി വിസ്കി, ഇടുന്ന കുപ്പായവും അണ്ടർവെയറും ബ്രാൻഡും, ദുബായിൽ ഒരു റെസിഡൻറ്റ് വിസ, ആഘോഷരാവുകൾക്ക് അരങ്ങുണ്ടാക്കാൻ കയ്യിൽ പൂത്ത കാശുള്ള ചങ്ങാതിമാർ, വർഷത്തിൽ 3-4 ഫോറിൻ ട്രിപ്പുകൾ, വയനാട്ടിനോ മൂന്നാറിലോ ഒരു തോട്ടം. അതിലൊരു ബംഗ്ലോ, ചങ്ങാതിമാരുടെ കൂട്ടത്തിൽ മിനിമം 3-4 മന്ത്രിപുത്രന്മാർ, പോലീസും ഇഷ്ടകരമായ സംരംഭകർ, ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞ് സ്വന്തം ഭാര്യയെ കൂടുതൽ സ്നേഹിക്കാൻ, യാത്രകൾക്കിടയിൽ കൂട്ടുകിടക്കാൻ കാശിന് കിട്ടുന്ന പെൺശരീരങ്ങൾ, ശരാശരി വിദ്യാഭ്യാസമുള്ള മലയാളി ചെറുപ്പക്കാരുടെ എന്റെ സ്വപ്നങ്ങൾ എന്റേതും കൂടി ആയിരുന്നു പാപ്പിച്ചാട്ട. അതാണ് ഈ കള്ളനോട്ടിന്റെ രൂപത്തിൽ കത്തി ചാരമാകുന്നത്. പാപ്പിച്ചാട്ട എന്നുള്ള വേർഡാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ആ ക്യാരക്ടറിനെ കള്ളനോട്ടിനെ പിടിച്ചത്. തിരിച്ചു വരും. കാർഡ് സ്ക്രാച്ച് ചെയ്യൂ. തന്നെയാണ് കിട്ടുന്നത്, കൂടുക തന്നെയാണ് ചെയ്യുന്നത്. എത്രത്തോളം കൂടും എന്നുള്ളത് അറിയാനുള്ള ഒരു സമയത്തിലേക്ക് കൂടി നമ്മൾ നീങ്ങുന്നു. എത്രയാ? 50 rupees. 50. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കയറാതെ മറ്റേ നമ്മൾ ആരോഹണം അവരോഹണം പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ അല്ലെ, അതേപോലെ നമ്മൾ അവിടുന്ന് വലുത് പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് സന്തോഷികളുടെ ഓപ്പ് തന്നെയാണ്. നഷ്ടപ്പെട്ട ആളെ വകുപ്പുകൾ ഇപ്പോഴും അതിലുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ ഓൾഗോണും അപ്കോണും അടിക്കാതെ ഇതന്നെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഭാഗ്യം. പരസ്പരം അങ്ങോട്ട് ഞങ്ങളുടെ ഭാഗ്യത്തൊക്കെ അല്ലെ. സോ 2850 ആയിരുന്നു പ്ലസ് 50, അപ്പൊ 2900 അല്ലെ. ഇനി ഒരു 100 കൂട്ടിയ 3000 ആയി. ഓക്കെ, ആ 100 കൂടും അതല്ലാന്നുണ്ടെങ്കിൽ ഉള്ളത് പോവോ എന്നുള്ളത് നോക്കാം. എനിക്കിതിങ്ങനെ കിട്ടാതിരിക്കാനുള്ളത് ഓരോ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. സോ ഇവിടെ 2900 അവിടെ എങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, അങ്ങനെ 2 റൗണ്ട് കഴിഞ്ഞ് അല്ലെ 2900 രൂപ നേടി നിൽക്കുകയാണ്. ഇനി 2 പേരെയും ആർട്ടിസ്റ്റിനെ കൂടെ നമ്മൾ കാണാൻ പോവാണ് അല്ലെ. വരയിലൂടെ ആയിരിക്കും. ഇതുവരെ ഞാൻ തുടക്കത്തിൽ ചോദ്യം തന്നു. 2ാമത്തെ റൗണ്ടിൽ വന്നപ്പോൾ ആ ചോദ്യം നിങ്ങളുടെ പാർട്ട്ണറിലൂടെ തന്നെയായിരുന്നു. 3ാമത്തത് വരുന്നതും പാർട്ട്ണറിലൂടെ തന്നെയാണ്. പക്ഷെ വാക്കുകളിലൂടെ ആയിരിക്കില്ല, വരകളിലൂടെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ റെഡി? അപ്പൊ ഒന്നിന് മുമ്പായിട്ട് കാർഡ് വേണ്ടേ? ഏതാണ്ട് നമ്മൾ ഒളിപ്പിച്ച് വെച്ച പോലെയാണ് ഉള്ളിൽ നിന്നൊക്കെ പോയി എടുത്ത് കൊണ്ടുവന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ കാർഡ് കയ്യിലുണ്ട് അല്ലെ. ആരാണ് ഇനി 3rd റൗണ്ടില് വരുന്ന? ഇച്ചായനാണ്. ഓക്കെ, ഇച്ചായൻ വരൂ. ഇനി നമുക്ക് കൊടുക്കണ്ടേ ക്ലൂ? ഏതാണ് മൂവി എന്നുള്ളത്? ഓക്കെ, ഈ മൂവി നെയിം എഴുതാൻ പാടില്ല. ഒന്നിൽ ക്യാരക്ടറോ ആ സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് ക്ലൂ വേണമെങ്കിലും വരയിലൂടെ കൊടുക്കാൻ പറ്റും. 1 മിനിറ്റാണ് സമയം.
വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗസ് ചെയ്യാനും പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? സിനിമ മനസ്സിലായില്ലേ? സിനിമ മനസ്സിലായി. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ചു നേരം ഷെല്ലിയുടെ ക്ലാസ്മേറ്റ് ആയിട്ട് ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഗസ് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ ഗസ് ചെയ്യുന്നതിന് കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്തിട്ട് വരച്ചു തുടങ്ങാൻ പറ്റും. മായാവിനൊക്കെ വരയ്ക്കുന്നുണ്ട്. പക്ഷെ സ്ട്രോ വന്നു, ജ്യൂസ് ഗ്ലാസ് കൂടെ വേണം. ഓക്കെ, ഓക്കെ, അത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആ വരയിൽ എന്ത് തോന്നുന്നു? ഓക്കെ, പറയാതിരിക്കാൻ വയ്യ, അസാധ്യമായിട്ടുള്ള ക്ലൂ കൊടുക്കലാണ്. ഞാൻ നിങ്ങളുടെ സൈഡിൽ ചിന്തിക്കുമ്പോൾ, നിങ്ങളുടെ പിയോട് ചിന്തിക്കുമ്പോൾ അടിപൊളിയാണ്. പക്ഷെ അത് ഷെല്ലി കൂടെ മനസ്സിൽ വിചാരിക്കണം. വേറെ കണക്ട് ചെയ്തോളൂ. നമ്മൾ കൺട്രോളിലേക്ക് പോവാണ്. സോ 5 4 3 2 1. ഇത് ഒരു മൂവി നെയിം പറയരുത്. ആ ജ്യൂസ് കുടിക്കുന്ന മനുഷ്യന് മനസ്സിലായോ? ആ കയ്യിലിരിക്കുന്നത് എന്താന്ന് മനസ്സിലായോ? എന്തായിരിക്കും ഒരു ഗസ്? വടിയാണ്. സ്ട്രോ ഇല്ലാന്ന് ഉറപ്പാണോ? അത് കുറച്ച് ഓട്ടകളുള്ള ഹോളുള്ള ഒരു വടിയാണ്. അപ്പൊ എന്തായിരിക്കും? ഓടക്കുഴി പിടിക്കുന്ന ആരായിരിക്കും? ആ മേലെ പോയുള്ള സാധനം ഉണ്ടല്ലോ, മയിൽപ്പീലിയാണ്. കളറ് കാണാത്തോണ്ട് മനസ്സിലാവാത്താണ്. ആക്ച്വലി അത് മയിൽപ്പീലിയാണ്. അത് കാരണം നമ്മള് സാധാരണ ഓടക്കുഴി വിളിക്കുന്ന രീതിയൊക്കെ മാറി. അപ്പൊ നമ്മൾ ഇങ്ങനെയാക്കി. വടക്കഞ്ചേരിയിൽ ഏതൊക്കെ പെരുന്നാളല്ലേ ബാൻഡ് സെറ്റിന്റെ PP പോലെ ഇങ്ങോട്ടായിട്ടുണ്ട്. പക്ഷെ ബുദ്ധിപരമായ നീക്കം ചിന്തിക്കായിരുന്നു. കാരണം കൃഷ്ണൻ വന്ന് ഇവിടെ നക്ഷത്രം പിടിക്കായിരുന്നു അല്ലെ? സോ സിനിമയുടെ പേരെന്തായിരുന്നു? ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്ര തിളക്കം. വേണമെങ്കിൽ ഗസ് ചെയ്ത് കൊണ്ടുവരായിരുന്നു. ക്ലൂ കൊടുക്കുന്ന കാര്യത്തില് ജേസൺ ബ്രോ നല്ല രീതിക്കുള്ള അറ്റംപ്റ്റ്. അത് പറയാതെ വയ്യ, പക്ഷെ ഒരു നിർവാഹമില്ല. ഇപ്പുറത്തോട്ട് വന്നോളൂ. എനിക്കൊന്ന് മൂന്നാമത്തെ റൗണ്ടിലോട്ട് വരുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. വേണമെങ്കിൽ ആ കാർഡിൽ വിശ്വസിക്കുന്നുണ്ട്, ആ കാർഡിൽ നല്ലൊരു പേയ്മെന്റ് ഉണ്ടാവും എന്നാണ് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ ആ കാർഡ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അത് സ്ക്രാച്ച് ചെയ്ത് കളയാം. പുതിയ കാർഡ് ഞാൻ തരും. അപ്പൊ പുതിയ കാർഡ് വേണോ അത് തന്നെ വെക്കണം? എന്ത് വേണം? അത് കീപ്പ് ചെയ്യാം. ആ തീരുമാനത്തിൽ മാറ്റില്ല അല്ലെ? ഷെല്ലി ഇങ്ങോട്ട് വന്നോളൂ. ടൈമിലോട്ട് ഞാൻ വരാം. ഇപ്രാവശ്യം ക്ലാസ്മേറ്റ്സ് ഞങ്ങളാണ്. ഓക്കെ, സോ ടീച്ചറെ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എല്ലാവരും വട്ടത്തിലാണല്ലോ തുടങ്ങണേ. വീണ്ടും കൃഷ്ണനാണോ? ഓക്കെ, മാച്ചു. ആക്ഷൻ കൊടുക്കാൻ പറ്റും? ആക്ഷൻ പറ്റില്ല. ഇത് ആക്ഷൻ സോങ് പരിപാടി ഇവിടെ ഇല്ല. അത് ആനുവൽ ഡേക്ക് സ്കൂളില്. ഇതതില്ല. കയ്യിൽ ചോക്ക് ഇന്ന് വരച്ചുകൊണ്ട് തന്നെ ചെയ്യാം. കുറച്ച് താഴെയാണ്. വലിയ നെറ്റിയുള്ള ആരുമാണ്. സമയം അതിവേഗം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ കൊടുക്കാൻ പറ്റും, എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചിച്ചോ. ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കൂടിയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. ഇത് വരക്കുന്ന ആളെന്നെ മാച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ മായ്ക്കുന്നതിന്റെ സമയമൊന്നും കുറയ്ക്കില്ല. ഓൾറെഡി സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 5 4 3 2 1. താങ്ക്സ്. നിർവാഹമില്ല. ഭാഗ്യത്തിൽ തുടങ്ങിയത് നിർഭാഗ്യത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. കാർഡ് കൊണ്ടല്ല, സ്ക്രാച്ച് ചെയ്യാൻ പറ്റാതെ അല്ലെ? യെസ്. അപ്പോ ഇവിടെ നിന്നോളൂ. ഏതായിരുന്നു ശരിക്ക്? അപ്പൊ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? വരന് മാത്രം കിട്ടിയില്ലായിരുന്നോ അല്ലെ? വരന് ആവശ്യം ഉണ്ടായിരുന്നു, അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതെ. എനിക്ക് തോന്നുന്നു നിന്ന് തുടക്കം നിങ്ങളുടെ കാര്യത്തിലെല്ലാം നേരെ തിരിച്ചാണ്. ചെറിയ എമൗണ്ടിൽ തുടങ്ങിയിട്ട് പിന്നെ വലിയ എമൗണ്ടിലേക്ക് പോകുന്നതിന് പകരം വലിയ എമൗണ്ടിൽ തുടങ്ങി ചെറുതിലോട്ട് വന്നു. എവിടേക്ക് ഭയങ്കരമായിട്ട് ഭാഗ്യമുണ്ടെന്ന് പറയാതെ വയ്യ. ഇതുവരെ ഇത്രയും കാർഡിലെ എമൗണ്ട് ഉള്ള കാർഡായിരുന്നു. അക്കങ്ങളാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളൂ. ഓൾ ഗോൺ വന്നിട്ടില്ല, ഹാഫ് ഗോൺ വന്നിട്ടില്ല, കംബാക്ക് വന്നിട്ടില്ല. ഡബിൾ അപ്പ് മാത്രമാണ്. പക്ഷെ നിങ്ങൾക്ക് എമൗണ്ട് ഓൾറെഡി ഉണ്ട് താനും. അപ്പൊ ഭയങ്കര ഭാഗ്യമുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. കാരണം 3 റൗണ്ട് കഴിയുമ്പോൾ ടോട്ടൽ എത്ര കിട്ടിയിരിക്കുന്നത്? 2900. റൈറ്റ് ആൻസർ. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ആ ഭാഗ്യവും സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. ആ സന്തോഷത്തിന്റെ ഒപ്പം തന്നെ കുറച്ച് സൂര്യ കോമഡിയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടെ തരാനുള്ള സമയം കൂടിയാണ്. ഒട്ടും കുക്കിംഗ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ട്രഡീഷണൽ ടേസ്റ്റിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഗ്രേവി റൂട്ടിന്റെ ഒരു സ്പെഷ്യൽ ഒനിയൻ ചില്ലി സ്പൈസസ് ആണ്. തികച്ചും യാതൊരുവിധ കെമിക്കൽസും ചേർക്കാത്ത നിസാമ ഫുഡ്സിന്റെ കഫേ സ്പെഷ്യൽ പാഷൻ ഫ്രൂട്ട് പൾപ്പാണ്. അപ്പോൾ ഇനി മൊയ്റ്റോസോ ഷേക്കോ ജ്യൂസോ ഒക്കെ നിങ്ങൾക്ക് മേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടെ ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഈ പൾപ്പ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എറണാകുളം, തൃശ്ശൂർ, കാലിക്കറ്റ് ജില്ലകളിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആൻഡ് കേരളത്തിലെ മികച്ച ഹാൻഡ് മെയ്ഡ് ബ്യൂട്ടി പ്രോഡക്ട്സ് നിർമ്മാതാക്കളായിട്ടുള്ള നീള ഹെർബൽസിന്റെ സ്പെഷ്യൽ പ്രോഡക്റ്റ് കൂടിയാണ് ഈ സമയം നൽകുന്നത്. സോ ഡെർമറ്റോളജിസ്റ്റ് ക്ലിനിക്കിൽ കൂടെ അപ്രൂവ്ഡ് ആയതുകൂടിയാണ്. ഫൈനലി ലോകാമൃത് ബ്രഹ്മി ഹണി ഫോർ നാച്ചുറൽസിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ്. സോ നോ സൈഡ് എഫക്ട്സ്, അതിനേക്കാൾ ഉപരിയായിട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ്. ഇതുപോലെ ഭാഗ്യങ്ങൾ ഉണ്ടായിരിക്കാം, ഇതിനൊപ്പം തന്നെ പരീക്ഷകളും നേടിയേക്കാം. അതുപോലെ പുത്തൻ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് സ്ക്രാച്ച് ടൈമിന്റെ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരേക്കും